ഉസ്താദ് നന്ദപുരാന്താണ് ഈ പറയണത്. അത് അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. യാ അല്ലാ, എന്താ അല്ലേ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ. എന്തോ വലിയ പുണ്യപ്രവൃത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ഹജ്ജിന് പോവാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഞാൻ ഉംറക്ക് പോവാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം എന്ന് പറയണത് ആദ്യമായിട്ട് കേൾക്കണം. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പൊന്നാരഞ്ച മാണിക്യക്കല്ലുകളെ എൻ്റെ പുകിലുകളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാണ്ടിക്കാട് കുഞ്ഞിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആരിക്കണമെന്നാണ് പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്നത്. നിങ്ങളെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇതെൻ്റെ വാക്കുകളല്ല, പാണ്ടിക്കാട് കുഞ്ചൻ്റെ വാക്കുകളാണ്. എന്താണ് ഇതിന് ആധാരമെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും ചോദിക്കും പാണ്ടിക്കാട് കുഞ്ഞൻ എന്താ സുഖേടാണോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനത്തെ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനത്തെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അള്ളാഹു താല ശിഫയാക്കി കൊടുക്കട്ടെ, നമ്മളും പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല കാര്യം. പാണ്ടിക്കാട് കുഞ്ഞനെ സിനിമയിലെടുത്തു, അതിന് നിങ്ങളെ എല്ലാവരുടെയും ദുആയിൽ അദ്ദേഹത്തെ പെടുത്തണമെന്നാണ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരുപാട് മാണിക്യക്കല്ലുകൾ പോയിട്ട് അൽഹംദുലില്ലാ, മാഷാ അല്ലാ, പഠിച്ചോൻ ബർക്കത്ത് ചെയ്യട്ടേക്ക് കമന്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഇതിനെക്കുറിച്ച് ഒരു ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ, തീർച്ചയായിട്ടും വളരെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു വീഡിയോ, നമുക്കതൊന്ന് കാണാം. ഉസ്താദ് നന്ദപുരാന്താണ് ഈ പറയണത്. അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു സംഗതിയാണത്. അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. യാ അല്ലാ, എന്താ അല്ലേ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ. എന്തോ വലിയ പുണ്യപ്രവൃത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ഹജ്ജിന് പോവാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഞാൻ ഉംറക്ക് പോവാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം എന്ന് പറയണത് ആദ്യമായിട്ട് കേൾക്കണം. ഈ ദുആ ചെയ്യണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ, ഇതൊക്കെ എവിടെ നമുക്ക് പറയേണ്ടതെന്നൊരു ബോധമുണ്ടോ? അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊരു താത്തയും അതുപോലെ തൻ്റെ 2 കുട്ടികൾക്ക് സിനിമയിൽ അവസരം കിട്ടി, എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം, എൻ്റെ മക്കൾ നന്നായി അഭിനയിക്കാൻ, എൻ്റെ മക്കൾക്ക് ഇനിയും സിനിമയിൽ ചാൻസ് കിട്ടാൻ. എന്താണ് ഇവർ അള്ളാഹിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ, ഒരു ഉമ്മ നിന്ന് കരയുന്നുണ്ട്, ഇങ്ങനത്തെ സിനിമയൊക്കെ എപ്പോഴാണ് ഇറങ്ങണത്, ഇങ്ങനെ ഒരു സിനിമ കാണാൻ തൗഫീഖ് ചെയ്തെൻ്റെ റബ്ബ്. അതല്ലാ, എന്തൊരു അപകടം പിടിച്ച വാദഗതികളാണ് ഇതൊക്കെ അല്ലേ, എന്തൊരു അപകടം പിടിച്ച സംസാരങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്താണ് സൂക്കേടാണോ കാര്യം. അതൊന്നുമല്ല, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഒരാൾക്കാരോട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മൾ പറയും നിങ്ങളുടെ ദ്വായിൽ എന്നെ ഉൾപ്പെടുത്തണം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഒരു ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും. ഇതൊന്നുമല്ല, അദ്ദേഹത്തെ സിനിമയിൽ എടുത്തതിന് കാരണം നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 2 ഉമ്മമാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മകളെ സിനിമയിലെടുത്തു, അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ദ്വാരക്കണം, ഞാൻ അടുത്ത നല്ല പുതിയ സിനിമ കിട്ടാം. മറ്റൊരു സ്ത്രീ പറയുന്നത്, പിന്നെ ഒരു സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം റിവ്യൂ പറയുകയാണ്, അൽഹംദുലില്ലാ, അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല എന്ന്. നമ്മുടെ ഉമ്മത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ഉസ്താദ് സൂചിപ്പിക്കുന്നത്. മറ്റേ അന്യമതസ്ഥരായ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് മതപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത്തരം ആൾക്കാർക്ക് കണ്ടാലാണ് ഇതെന്താണ് ഞാൻ പറയുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ്. എവിടെയാണ് നമ്മളെ കൗം എത്തി നിൽക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞിനെ പറ്റി. ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തതാണ്. പാവപ്പെട്ടവരുടെ 1000 രൂപയുമായിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് നറുക്കെടുക്കുന്ന ബോക്സിൻ്റെ ഉള്ളിൽ കൈയിട്ട് വാരിയിട്ട് നാസർ എന്ന് പറയുന്നവൻ്റെ 2ാമത്തെ ഭാര്യയുടെ മകന് വീടും അതുപോലെ തന്നെ കാറും ബൈക്കും എല്ലാം സമ്മാനമായി കൊടുത്തുകൊണ്ട് പറ്റിച്ച് ഇപ്പോൾ ഒരു കേസുമായിട്ട് നടക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് വലിയൊരു ഇമേജ്, ഇദ്ദേഹത്തിന് വലിയ ഒരു നടനാണ് പോലും. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാം ദ്വാരിക്കണമെന്ന് എവിടെ പോയിട്ടാണ് ഇത്തരം വൃത്തികേട് ഇട്ട മനുഷ്യന്മാർ ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതിൻ്റെ താഴെ പോയിട്ടൊക്കെ ഒരുപാട് ആൾ കമൻ്റ് അയക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. നമുക്ക് ബാക്കി ഉസ്താദ് പറയുന്ന കാര്യം കൂടി ഒന്ന് കേൾക്കാം. നിങ്ങൾ പറയുന്ന പല അൽഹംദുലില്ലകളും മാഷാ അല്ലാഹുകളും നിങ്ങളെ തിരിഞ്ഞുകുത്തും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റും അതുപോലെ നിക്കാഹ് പോലും കഴിയാതെ ആണും പെണ്ണും തുള്ളിച്ചാടുക, കല്യാണത്തിന് ഇങ്ങനെ ചെക്കനും പെണ്ണും, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇങ്ങനെ ചെക്കൻ്റെ വിരലിൽ കിടന്ന് പെണ്ണിങ്ങനെ പെണ്ണ് കിടന്ന് കറങ്ങാണ് ചെക്കൻ്റെ കയ്യിൽ കിടന്നിട്ട്. അപ്പോൾ അടിയിൽ താഴെ മാഷാ അല്ലാ, കണ്ണ് കിട്ടാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ദ്വാ സമ്മേളനം നടച്ചാണ്. ഒന്ന് ആലോചിക്കുക മക്കളെ, മാഷാ അല്ലാ കൊണ്ട് ശാപം മേടിക്കുന്നത്, അള്ളാഹിനെ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലമാണ് അതൊക്കെ.
അള്ളാഹു നന്നാക്കട്ടെ എന്ന് പറഞ്ഞ രസമുണ്ട്. അവിടെ കണ്ട് വലിയ ബർക്കത്തുള്ള കാര്യം നടക്കുന്നത് പോലെ എല്ലാ പേക്കൂച്ചുകൾക്കടിയിൽ പോയിട്ട് മാഷാ അള്ളയും അൽഹംദുലില്ലയും ഇൻഷാ അള്ളയും കമൻറ്റ് ചെയ്ത് വെക്കുന്നവരെ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേണ്ടാത്തടത്ത് പോയിട്ട് നിങ്ങൾ ദ്വാരക്കണം ഇല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹറാമ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്ന് 2 വെള്ളടിക്കട്ടെ, നിങ്ങൾ ദ്വാരക്കൂ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയോ? പറയാൻ പാടില്ല. ഞാൻ അതിനടിയിൽ പോയി തെറി വിളിച്ചിട്ടും കാര്യമില്ല. ഇവർക്കൊക്കെ ഇതൊരു വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള സംഗതികളാണ്. അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. പറയാണ് അദ്ദേഹം പോട്ടെ, അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച് പൈസ ഉണ്ടാക്കി പഠിച്ച് ശീലമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അതിൻ്റെ താഴെ പോയിട്ട് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അൽഹംദുലില്ലാ, മാഷാ അള്ളാ എന്നൊക്കെ പോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പടച്ചവനെ കൊണ്ടുവെക്കേണ്ട ഒരു സ്ഥലമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്നാണ് വിനീതമായി എനിക്കും ഉസ്താദിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയാനുള്ളത്. എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ അൽഹംദുലില്ലാ, മാഷാ അള്ളാ, പടച്ചവൻ ബർക്കത്ത് ചെയ്യട്ടെ, ദുആ സമ്മേളനം നടത്തേണ്ട സ്ഥലമല്ല ഈ ഫേസ്ബുക്ക് എന്നുള്ളത് വിനീതമായിട്ട് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനുമായിട്ടും ഉണ്ടാവാം, പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത്തരം വൃത്തികെട്ടവന്മാരുടെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ടല്ല നിങ്ങൾ അത്തരം കാര്യങ്ങൾ, നിങ്ങളെ അമലുകൾ പോലും നഷ്ടപ്പെടുന്ന, വെള്ളത്തിലായി പോകുന്ന ഒരു കാര്യമാണ് അത്. പടച്ചവൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉസ്താദ് ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് വിനീതമായിട്ട് സ്നേഹപൂർവ്വം ഞങ്ങളെ ഇളയ ഒരു ബുദ്ധി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉസ്താദ് പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്ന, അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന മനുഷ്യന് മാത്രമേ 2 സ്വർഗം ലഭിക്കുകയുള്ളൂ. നമുക്ക് ഉസ്താദിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ ഇൻഷാ അള്ളയും മാഷാ അള്ളയ്ക്ക് ഇതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ സ്വാദിഖൻ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ അപ്പോൾ കള്ളത്തരമുണ്ട്, സത്യസന്ധമായി പറയലുണ്ട്. നമ്മൾ ഭൂരിഭാഗം ആളുകളും കള്ളത്തരം ലാ ഇലാഹ ഇല്ലല്ലയിൽ കൊണ്ടുവന്നവരാണ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് കള്ളത്തരം പറഞ്ഞവരാണ്. സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമായിത്തീരും അല്ലേ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്തൻ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അതായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാ തിരിഞ്ഞവർക്ക് 2 സ്വർഗ്ഗം ഉണ്ടെന്നാണ്. 2 സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ 2 സ്വർഗ്ഗത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സ്വർഗ്ഗത്തിൽ തന്നെ എല്ലാം കിട്ടൂലേ. ഉസ്താദ് മൂന്നാമതായിട്ട് ഉസ്താദ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അത് നല്ല രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ ചെല്ലിയാൽ അദ്ദേഹത്തിന് 2 സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത്. ഉസ്താദ് തന്നെ പറയുന്നുണ്ട്, ഏതാണ് ഈ 2 സ്വർഗമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിലൊന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ദുനിയാവ്, ഈ ചുറ്റുപാടിൽ കിട്ടുന്ന സ്വർഗം, ഒരുപാട് നമ്മൾ ആസ്വദിക്കുന്ന ഈ ജീവിതം, അത് തന്നെയാണ് ഒന്നാമത്തെ സ്വർഗം. രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ പരലോകത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അതാണ് രണ്ടാമത്തെ ജീവിതം, പരലോകത്ത് കിട്ടുന്ന സ്വർഗം. അങ്ങനെ 2 സ്വർഗം ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സറിഞ്ഞ് പറയുന്ന വ്യക്തികൾക്ക് കിട്ടുമെന്നാണ്. പക്ഷേ നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് കള്ളത്തരമായിട്ടാണ് എന്നാണ് ഉസ്താദ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ആത്മാർത്ഥമായിട്ടായിരിക്കില്ല എന്നും. ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ പടച്ചവനെ മറക്കുന്ന ഒരു പ്രക്രിയ നമ്മളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ആത്മാർത്ഥമായിട്ട് പറയുന്നവർക്ക് മാത്രമേ 2 സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഇതുപോലെ തെമ്മാടിത്തരം കാട്ടി സിനിമയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായിട്ട് അഭിനയിച്ച് നടക്കുന്ന വ്യക്തികൾ നമ്മളോട് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വർഗമാണ് ഈ ദുനിയാവിലെ സ്വർഗം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ആഖിറത്തിലെ സ്വർഗം തീർച്ചയായിട്ടും അവർക്ക് അന്യമായിരിക്കും എന്നാണ് ഉസ്താദ് സൂചിപ്പിച്ചതിൻ്റെ ഒരു സാരാർത്ഥം. തീർച്ചയായിട്ടും പാണ്ടിക്കാട് കുഞ്ഞിനെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് കാണും, അദ്ദേഹം ചെയ്തു കൂട്ടിയ ചെറ്റത്തരങ്ങൾ ഒരുപാട് കേരള സമൂഹത്തിൽ വെറുപ്പ് സമ്പാദിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഒരുപാട് കള്ളത്തരങ്ങൾ, ഒരുപാട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതും സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ വെച്ചുകൊണ്ട് കളിച്ചിട്ട് ഒരു വലിയ പൈസക്കാരന് വേണ്ടി, നാസർ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരന് വേണ്ടി 1.5 കോടി രൂപയുടെ കടമുണ്ടെന്ന് പറഞ്ഞിട്ട് 2-2.5 കോടി ഉറുപ്പ്യേൻ്റെ മുകളിൽ പൈസ പിരിച്ചതിന് ശേഷം ആ സാധനം വ്യാജ നറുക്കെടുപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് തന്നെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ വിലസി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. മുണ്ടിട്ട് നടക്കേണ്ട മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ അതിനെയും അംഗീകരിക്കുന്ന കുറച്ച് കൂട്ടർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ തന്നെയാണ് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലൊക്കെ പോയിട്ട് മാഷാ അല്ലാ അൽഹംദുലില്ലാ പഠിച്ചവൻ ബർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുആ സമ്മേളനം നടത്തുന്ന ചില ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെങ്കിലും ഒന്ന് ചിന്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്.
അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും തെറിയുമായിട്ട് വരുമെന്ന് എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞോളൂ, അത് നിങ്ങളുടെ അവകാശമാണ്, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത്തരം മനുഷ്യന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റപ്പെടുത്തണം, നിങ്ങൾ മനസ്സിലാക്കണം. അവരൊക്കെ ഈ ഒരു മതത്തിൻ്റെ തണലിൽ നിന്ന് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്ത ഉസ്താദിനെ പഠിച്ചവൻ ആഫിയത്തും അതുപോലെ തന്നെ ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത്തരം ഒരു വീഡിയോ 100% നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുപോലെ തന്നെ എത്ര പേർ നിങ്ങളുടെ ഇടയിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതുമായിട്ട് നല്ല അഭിപ്രായമുണ്ട് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പിന്തുടരുക. ബൈ. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.